അപ്പൊ നമുക്ക് പൊളിക്കല്ലേ? കൈമാറാം. ഹാപ്പിയാണോ? താങ്ക് യു. പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. മൂപ്പറിന്റെ വീഡിയോ മൊത്തം കാണുന്ന ആളുകളാണ്. പങ്കെടുക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ ഗീവിലും പങ്കെടുക്കുന്നുണ്ട്. ഓരോരുത്തരും ഇവിടെ ഒരു ഗീവ് അടുത്തായിട്ട് വരാനുണ്ട്. എന്തായാലും നമ്മളൊരു അടിപൊളി ഒരു ഗീവ് കൂടി നമ്മൾ വരുന്നുണ്ട്. ഈ തിരുവനന്തപുരത്തേക്കാണെങ്കിലും കാസർഗോഡ് ആണെങ്കിലും നമ്മൾ പല രീതിയിലുള്ള വണ്ടികൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഡെലിവറി സൗകര്യം ഇവിടുത്തെ അവൈലബിൾ ആണ്. അതിൽ ബാക്കി എല്ലാ സെക്കൻഡ് 11 വണ്ടി ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? നിങ്ങൾക്ക് വേണ്ടി ഇതാ ഒരു അടിപൊളി വീഡിയോ. അതായത് ഒരു വണ്ടി ലോകം. ഏതൊരു വണ്ടി ഭ്രാന്തനും ഈ വീഡിയോ കണ്ടിരുന്നു പോകും. ഞാൻ ജസ്റ്റ് കുറച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് തീർന്നിട്ടില്ല കേട്ടോ. അടാറ് ഒരു മാസ സാധനം അടുത്തത്. മോനെ ഇന്ന് നമ്മൾ പൊളിക്കും. ഡ്യൂക്ക്, ഇന്റർസെപ്റ്റർ, ഹിമാലയന്റെ കളക്ഷൻ. ഹിമാലയന്റെ ഒന്നും ഷോറൂമുകളിൽ ഇതുവരെ കാണാത്ത അത്രയും കളക്ഷൻ. അതുപോലെ തന്നെ ഡ്യൂക്കിന്റെ കളക്ഷൻ, RCയുടെ കളക്ഷൻ. ഏത് വണ്ടി വേണം സല്ലേ? വാ പൊളിക്കല്. നോക്കുന്നത് ഇന്ന് പൊളിക്കല്. നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി എന്തെല്ലാം കൊടുക്കുന്നു പറഞ്ഞാൽ നമ്മളെ എന്തെല്ലാം വെറൈറ്റികളാണ് സെറ്റ് അല്ലേ? ഇന്ന് പൊളിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എൻക്വയറി ചെയ്ത ഏറ്റവും കൂടുതൽ കമന്റില് ഒരുപാട് ആളുകൾ നമ്മളെ വീഡിയോയിൽ താഴെ വന്നിട്ട് എന്നും ഇങ്ങനെ കമന്റ് ഇടുന്ന, അവിടെ പോയി വീഡിയോ ചെയ്യും, ഇവിടെ പോയി വീഡിയോ ചെയ്യും, മറ്റേ ഷോറൂമിൽ പോയി വീഡിയോ ചെയ്യും, അങ്ങനെ പല കമന്റായിട്ട് വരുന്ന. ഇന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ കമന്റായി പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. നമ്മളെ സ്റ്റാർ യൂസർ ബൈക്കിൽ ഒരുപാട് വണ്ടികളുണ്ട്. ബാക്കിൽ ഇങ്ങനെ നോക്കിയാൽ MTയുടെ കളക്ഷൻ, ഡ്യൂക്കിന്റെ കളക്ഷൻ, അതുപോലെ തന്നെ എക്സ്പൾസ്, അങ്ങനെ V3കളുടെ കളക്ഷൻ, RCയുടെ ഒക്കെ കളക്ഷൻ. ഓ ഇതൊക്കെ എടുത്ത് എനിക്ക് വീട്ടിൽ കൊണ്ടാകാൻ തോന്നുന്നു. അമ്മാതിരി കളക്ഷനുകളുണ്ട്. ഏതാ വേണ്ടത്? ഡൊമിനാർ വേണോ? എല്ലാം ഉണ്ട്. നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് തന്നെ അറിയാലോ. ഈ എങ്ങനെ പുറത്തേക്ക് തന്നെ അറിയാം. RR 310 ഉണ്ട്, ഹിമാലയ ഉണ്ട്. ഹിമാലയുടെ ഒക്കെ ഒരുപാട് കളക്ഷൻ. 12 വണ്ടി നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഓ എല്ലാ മോഡൽ BS6 മോഡൽ 2021 മുതൽ 2022 ഈ സൈഡിൽ നിന്ന് കാണിച്ചു കൊടുത്താ നിരന്ന് നിൽക്കണ വണ്ടി. എത്ര വണ്ടികളെ മോനെ കൊണ്ടുപോകാൻ തോന്നുന്നു. എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തോന്നുന്നു. നീറ്റ് വണ്ടിയാണ്. ഫിനാൻസ് സെറ്റ് അല്ലേ? ഫിനാൻസ് നമുക്ക് പണ്ടത്തേക്കാട്ടി കൂടുതൽ ചെയ്യാം. നമുക്ക് പണ്ടത്തേനാട്ടി കൂടുതൽ 4 ലക്ഷം വരെ ലോൺ ചെയ്യുന്നുണ്ട്. 4 ലക്ഷം വരെ ലോൺ ചെയ്യുന്നുണ്ട്. അതായത് ഹിമാലയക്കെല്ലാം ഏകദേശം ഒരു 30 അടച്ചാൽ മതി ഹിമാലയ എടുക്കാൻ മതി. അതായത് 30,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹിമാലയ ഇവിടെ ഇറക്കി കേട്ടോ. ഇതൊക്കെ കണ്ടോ ഒരുപാട് കളക്ഷൻ. നമുക്ക് ഹിമാലയ വന്ന് തുടങ്ങണോ റേറ്റ്? അതോ അല്ലെങ്കിൽ നമ്മളെ ബുള്ളറ്റ്, ജാവ, എല്ലാ വണ്ടികളും ഉണ്ട്. ഈ സൈഡിലൊക്കെ വേണമെങ്കിൽ RR 310 ഏകദേശം എല്ലാ വണ്ടികളുണ്ട്. നമുക്ക് ഓരോ വണ്ടികളുടെ ഡീറ്റെയിൽസ് അതേപോലെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ സൗണ്ട് ഒക്കെ ഒന്ന് കേൾപ്പിച്ച് തരാം നിങ്ങൾക്ക്. ഇതാ കണ്ടോ ഷോറൂമിന്റെ ഉൾഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വണ്ടി നിറച്ച് വെച്ചിരിക്കുകയാണ് നമ്മൾക്ക് വേണ്ടി. നമ്മളെ എസാലേ നിങ്ങൾ വന്നപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ മോശമാക്കൂല. നിങ്ങൾ കൊണ്ടോട്ടിന്ന് വരികയാണ്, കണ്ണൂരിലേക്ക് വരികയാണ്. സെറ്റ് അല്ലേ? പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി പറയാം. നമുക്ക് ഗ്യാരണ്ടിയോടെ കൊടുക്കണം, അതേപോലെ തന്നെ ക്വാളിറ്റിയോടെ വണ്ടി കൊടുക്കണം നമ്മളെ പ്രേക്ഷകർക്ക്. മോഡൽ കൂടി വണ്ടികളെ കൂടുതൽ എടുക്കുന്നത്. ഹിമാലയാണെങ്കിൽ എല്ലാം BS6 വണ്ടിയാണ്. BS6 മോഡൽ കുറയുന്ന വണ്ടിക്ക് കംപ്ലൈന്റ് വരാം. അതെ, ഈ മോഡൽ പൊതുവെ ഇപ്പം പുതിയ മോഡൽ ഇറങ്ങിയതിന് ശേഷം ഇതിന് കുറച്ച് ഡിമാൻഡ് കൂടിയാണ്. അതല്ലേ നമ്മളിപ്പോ വെച്ചപ്പോൾ ഹിമാലയ പോക്കുണ്ട്. അതെ, ഹിമാലയ അല്ലേ? ഇതെല്ലാം അത്ര വില കൊടുത്തിരിക്കുന്ന ഇത്രയും കളക്ഷങ്ങൾ അങ്ങനെ വില കൊടുത്തിരിക്കുന്നതാണ്. അത്രയും വില കൊടുത്തിരിക്കുന്ന വണ്ടിയാണ്. നല്ല ഓട്ടം 20,000, 10,000, 15,000 കിലോമീറ്റർ. അപ്പൊ ഇനിയിപ്പോ പലർക്കും സംശയം ഉണ്ടാവും ഇപ്പൊ ചെറു വണ്ടികൾ ഇല്ലെന്ന്. അപ്പൊ നമ്മളെ മറ്റൊരു ഷോപ്പില്ലേ, രണ്ടാമത്തെ ഷോപ്പിൽ ചെറു വണ്ടികളുണ്ട് കേട്ടോ. ഈ NS അല്ലെങ്കിൽ സാധാ സ്കൂട്ടി മോഡല് അങ്ങനത്തെ ചെറു വണ്ടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാട്ടോ. വരെ നമുക്ക് ഏത് സൈഡിൽ നിന്ന് തുടങ്ങണം എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ 2 ഹിമാലയ പുറത്ത് കിടക്കുന്നുണ്ട്. പിന്നെ ഒരു ഗീവ് അവേ, ഒരു അഡാർ. നമ്മൾ ഇതിന്റെ മുന്നേ ഒരു അഡാർ ഗീവ് വെച്ചിട്ട് നമ്മൾ ഒരു സ്പ്ലെൻഡർ ഗീവ് വെച്ചിട്ട് 100K അടുത്ത് 100K മേലെ കയറി അല്ലേ, ഫോളോസ് കയറിയിട്ടുള്ള ഒരു അക്കൗണ്ട് കൂടിയാണ് നമ്മളെ സ്റ്റാർ യൂസർ ബൈക്ക്. അപ്പൊ നമ്മൾ ഉടനെ തന്നെ ഒരു അഡാർ ഗീവ് കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ. അത് ഏതാണ് എന്താണെന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടിരുന്നോളൂ. ഹിമാലയ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? എങ്ങനെ 20 മോഡൽ എത്ര ചോദിക്കുന്നത്? 1,75,000. നമുക്ക് ഞാനൊരു കാര്യം കേട്ടെ, നിങ്ങൾ റേറ്റ് പറയുന്നതിലൊക്കെ എന്തായാലും കസ്റ്റമർ നേരിട്ട് വരാണെങ്കിൽ കുറക്കൂലേ? പിന്നെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓഫർ ഉണ്ടോ? അത് പറഞ്ഞേ. ഓഫർ ഉണ്ട് അല്ല, എന്തായാലും എല്ലാ വണ്ടിക്കും ഓഫർ ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വണ്ടിക്ക് എത്രയാണ് വരുന്നത്? ഇത് 2021 വണ്ടി തന്നെ. 2021 മോഡൽ ബ്ലാക്ക്. കിലോമീറ്റർ പറയുകയാണെങ്കിൽ അത്ര കിലോമീറ്റർ ഓടിയില്ല, 20 താഴെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. ടയർ ഫസ്റ്റ് ഓണർ. ഓക്കെ, ഒരു വണ്ടി തേർഡ് ഓണർഷിപ്പ് ഉണ്ട്. ഒരു വണ്ടി മാത്രം തേർഡ് ഓണർ, ബാക്കിയെല്ലാം ഫസ്റ്റ് ഓണർഷിപ്പ്.
ഓക്കെ നമുക്ക് ഇങ്ങനെ ഇതാണെങ്കിൽ എത്രയാണ് ചോദിക്കുന്നത്? ഇതെല്ലാം 2.10 റേഞ്ച് വരും. 2.10 റേഞ്ച്. 2.15 റേഞ്ച്. ഓക്കെ നമുക്ക് ഇവിടെ RC എടുക്കുന്നുണ്ട്. RC അതുപോലെ തന്നെ MT, എക്സ്പൾസ് അങ്ങനെ മറ്റുള്ള പല വണ്ടികളും ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ KTMന്റെ പല റയർ ആയിട്ടുള്ള വണ്ടികളൊക്കെ ഉണ്ട്. BS3 മോഡലൊക്കെ അല്ലേ? BS4 ഉണ്ട്. BS3 കഴിഞ്ഞതിലുണ്ടായിരുന്നല്ലോ. ഓക്കെ നമുക്ക് ഈ ഒരു RC ആണെങ്കിൽ എങ്ങനെയാ ചോദിക്കുന്നത്? നല്ല നീറ്റ് വണ്ടി ഇടും. എല്ലാ വണ്ടികളും ഒരു 1.80 കൊടുക്കുക. 1.80. 2020-21 മോഡൽ. എത്ര CC ആണ് തരുന്നത്? ഇത് 200 CC. നെക്സ്റ്റ് വരുന്നതോ? ഇത് ഈ പറഞ്ഞ 2021 ഏകദേശം 1.95 റേഞ്ച്. 12,000 കിലോമീറ്റർ അങ്ങനെ ഓടിയിട്ടുണ്ട്. 16,000 കിലോമീറ്റർ. നല്ല നാക്കുള്ള വണ്ടിയാണ്. ഓക്കെ ഈ RCന്റെ ഫാൻസ് താഴെ വന്നിട്ട് എന്തായാലും ഒന്ന് കമന്റ് ഇട്ടോളി. അതേപോലെ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നാണ് നമ്മുടെ വീഡിയോ കാണുന്നത്? ഫിനാൻസ് ചെയ്യാം. എങ്ങനെ? തിരുവനന്തപുരം ചെയ്യുന്നുണ്ട്, കാസർഗോഡ് ചെയ്യുന്നുണ്ട്, ഒക്കെ എല്ലാ ജില്ലയിലും തിരുവനന്തപുരം ചെയ്യാം. അതായത് ഫിനാൻസ് കിട്ടാതെ ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാവരും ചെയ്യാം. റെഡി ക്യാഷ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല റെഡി ക്യാഷിനൊക്കെ കസ്റ്റമർ നിങ്ങൾ വരികയാണെങ്കിൽ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? നമ്മൾ ഈ പറയുന്ന പ്രൈസിലല്ലോ എന്തായാലും വരിക. ഒന്ന് പവർ എന്താണ് സെറ്റ് അല്ലേ? ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് BS4 200. BS4 200 എത്ര ചോദിക്കുന്നത്? 1.65 ലാസ്റ്റ് കൊടുക്കും. 1.65 ഫൈനൽ. ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന RC ആണെങ്കിലും 21 മോഡൽ തന്നെ 1.95 ചോദിക്കുന്നത്. മാക്സിമം ഒരു 5 കുറച്ചിട്ട് നമ്മൾ കൊടുക്കും. സെറ്റ് ആക്കാം, നോക്കണ്ട, എന്തായാലും സെറ്റ് ആക്കാം. ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന RC ആണെങ്കിലും RCന്റെ കളക്ഷൻ അല്ലേ? 21 BS6 മോഡലാണ്. ഓക്കെ ഏകദേശം പറഞ്ഞാൽ 95 ആണ്, ഒരു 90 ഫൈനലാക്കി കൊടുക്കാം. ഓക്കെ അതുപോലെ തന്നെ RR 310 രണ്ടെണ്ണം ഏകദേശം ഒരേ ലെവലിൽ വരുന്ന വണ്ടി അല്ലേ? ഒരു 22 ഉണ്ട്, 21 ഉണ്ട്. ഓക്കെ 22 ഉണ്ട്, 21 ഉണ്ട്. എങ്ങനെയാണ് നമുക്ക് കിലോമീറ്റർ ഓടിയുണ്ട്, 5000 കിലോമീറ്റർ ഓടിയുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. എത്രക്ക്? എങ്ങനെയാണ്? 2.55 കൊടുക്കാം. 2.55. ഇതിനൊക്കെ ഫ്രഷിന് എങ്ങനെയാണ് വരുന്നത്? ഏകദേശം 3.5 ലക്ഷം രൂപ ഉണ്ട്. 3.5 ലക്ഷം ആ ലെവൽ വരുന്നുണ്ട്. നമുക്ക് ഇറങ്ങാവുന്ന വണ്ടി. ഇത് പൊളി സാധനം കേട്ടോ. RR 310 ആഗ്രഹിക്കണവർക്ക് അല്ലേ? നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് വണ്ടി. രണ്ടു ഏകദേശം റേറ്റ് ആണോ അതോ? അല്ല 2.65 2.55 ആ റേറ്റിലല്ലേ? ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്നോളിട്ട് നമുക്ക് ഇവിടെ നിന്ന് നേരിട്ട് 2021 ഉണ്ട്, 22 ഉണ്ട്. രണ്ടുണ്ട് അല്ലേ? ഓക്കെ കിലോമീറ്റർ 10,000 താഴെ ഓടി. 10,000 താഴെ ഓടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഹിമാലയ 23 ഹിമാലയ. ഓക്കെ സീറ്റ് ബ്ലാക്ക് ഹിമാലയ. എന്റെ മോനെ ഹിമാലയ ഒന്ന് കേറി ഇന്ന് വന്ന സ്റ്റോക്കാണേ. ഓ ഇന്ന് രാവിലെ വന്നിട്ട് എന്താ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ഹിമാലയ ഈ പുതിയ വേർഷൻ ഇറങ്ങിയതിന് ശേഷം പഴയതിന് ഭയങ്കര ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഏതായാലും ഇറങ്ങൂല. യാത്ര സുഖമാണ്. ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഓഫ് റോഡിൽ ഫേമസ് ആയ ഒരു വണ്ടി കൂടിയാണ് നമ്മളെ ഹിമാലയ കേട്ടോ. ഓക്കെ നമുക്ക് എങ്ങനെയാണ് ഇതിന്? പോളീസാണ്. അതെ ഒരു ഓഫ് റോഡ് വണ്ടി നമ്മൾ സങ്കല്പിക്കുമ്പോൾ എന്തായാലും ഹിമാലയ ഫസ്റ്റ് റെക്കമെൻഡ് പോകുള്ളൂ. അതേപോലെ എക്സ്പൾസ് ഓക്കെയാണ്. എക്സ്പൾസ് ഉള്ളിലുണ്ട് കേട്ടോ. എക്സ്പൾസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ചു തരാം. 2023 മോഡല്. ഓക്കെ ഏകദേശം 8000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടില്ല. ഓക്കെ നമ്മൾ ഇതിന് 2.60 കൊടുക്കും. 2.60 കൊടുക്കും. 2023 മോഡലാണ്. 2023 മോഡലാണ്. ഓക്കെ ഇത് 2021 മോഡല്. എക്സ്ട്രാ ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബാൻഡിഡോസ് 42,000 രൂപയുടെ ബാൻഡിഡോസ് മുർഷിദ് ബാൻഡിഡോസ് നമ്മളെ 42,000 രൂപയുടെ ഫിറ്റ്നസ് മാത്രം ചെയ്ത വണ്ടി. PPF ഹെഡ്ലൈറ്റ് കാരിയർ ഒക്കെ ചെയ്ത വണ്ടി. ക്ലീൻ വണ്ടി. 8000 കിലോമീറ്റർ വണ്ടി ഓടിക്കില്ല. ഓക്കെ ബാൻഡിഡോസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ക്രാഷ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം അവരുടെ ടീം തന്നെ മുർഷിദാണെങ്കിലും ഒക്കെ ഓഫ് റോഡ് ഒക്കെ പോയിട്ട് ഹിമാലയൊക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ? അതെ അവരുടെ ബാഡ്ജ് കാര്യങ്ങളെല്ലാം അതെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് അവരത്. ഓക്കെ എന്തായാലും ഈ ഒരു വണ്ടിയാണെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് ഒരു 2.15 കൊടുക്കാം. 2.15 നമുക്ക് കൊടുക്കാം. അത്ര എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്താട്ടെ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ആർമി കളർ എത്ര 2.28 കൊടുക്കാം. 2.28 കൊടുക്കാന്ന് പറഞ്ഞത്. ഇത് ഇനി കുറെ ഇട്ടോ നിങ്ങൾ വന്നോളി, നേരിട്ട് വന്നോളി അല്ലേ? നമുക്ക് ഇരിക്കാം. പിടിച്ചാൽ പവറായ പവറാണില്ല, ഒന്നുകൂടി പവറായ സെറ്റായ. ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇത് 21 മോഡല്. ഇത് 21 പവർ 2021 മോഡൽ. ഓക്കെ ഏകദേശം 16,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു 2.10 ആ ലെവല് സെറ്റ് ആക്കി കൊടുക്കാം. ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 2021 മോഡൽ. ഓക്കെ 18,000 കിലോമീറ്റർ. 2.10 ഹിമാലയ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് അടിക്കണ്ട. അതിൽ തന്നെ നല്ല നാക്കുള്ള വണ്ടികളൊക്കെ ഉണ്ടാവും. 2.15 വില. 5 രൂപ സ്പൾബറിന്റെ കസ്റ്റമർക്ക് കുറച്ച് തരുന്നതാണ്. സെറ്റ് ആക്കണം. ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇത് സോൾഡ് ആയ വണ്ടിയാണ്. 2022. ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഹിമാലയ ആണെങ്കിൽ അത് 2021 2.5 കൊടുക്കാം. 2.5 കൊടുക്കാം. ഇതിലൂടെ പോവാണെങ്കിൽ ഇനിയും ഉണ്ട് കേട്ടോ. ഹിമാലയ ഇനിയുണ്ട്. ജസ്റ്റ് ഹിമാലയ കാണിക്കാൻ ഗ്രാനൈറ്റ് ബ്ലാക്ക് ഏകദേശം 5-7 വണ്ടികൾ സ്റ്റോക്ക്. ഏത് കളറും വേണമെങ്കിൽ നമുക്ക് സെറ്റ് ആക്കി കൊടുക്കാം അല്ലേ? അതിന് മാത്രം കളക്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയും വരാല്ലേ കളക്ഷൻ? അതേപോലെ തന്നെ ഇനി NS മറ്റുള്ള വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ട് കേട്ടോ അല്ലേ? അത് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാണിച്ചാൽ എല്ലാത്തിനും ബൈക്കിന് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് എന്റെ മൈൻഡിൽ തോന്നിയത് ഇതൊക്കെ എനിക്ക് എന്നാണ് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിക്കാൻ കഴിയാന്ന്. ഇത്രയും കളക്ഷൻ എനിക്കൊന്നും എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിക്കണമെന്നുണ്ട്. എനിക്കിങ്ങനെ വണ്ടി വാങ്ങുന്നത് ഭയങ്കര ഒരു ക്രേസാണ്. കാരണം
വണ്ടി നമ്മൾ വണ്ടി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കുറേ വണ്ടി നമ്മുടെ കയ്യിലുണ്ടാവണം. അത് എല്ലാം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ വണ്ടി ഇങ്ങനെ ഉണ്ടാകുന്നത് നമുക്ക് പ്രത്യേക ഒരു ഫീലാണ്. അതിന് മാത്രം കളക്ഷൻ ഉണ്ട് ഈ ഷോറൂമിൽ കേട്ടോ. അത്രയും എവിടുന്ന് ഇങ്ങനെ ഒപ്പിച്ചെടുക്കുന്നുള്ളതാണ് ഞാൻ റിസ്ക് എടുത്താൽ നമുക്ക് കിട്ടൂലേ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഈ ഹിമാലയ ആണെങ്കിലോ അത് 2021 അല്ലേ 2021 മോഡൽ 2021 കിലോമീറ്റർ 210 കൊടുക്കാം 210 കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ബ്ലാക്ക് 15 ഓഫർ ആക്കി കൊടുക്കാം, സ്നാക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, അതുപോലെ ജാവ 2022 മോഡൽ. ഓക്കെ, ജാവയുടെ ചാവി ഇവിടെയാണ് വരിക. ഓക്കെ, ഓക്കെ, ജാവ 2022 മോഡല് ഫസ്റ്റ് ഓണർഷിപ്പ് വരുന്ന 5000 കിലോമീറ്റർ ഇതെല്ലാം ഫസ്റ്റ് ഓണർ ആണ്. ഒക്കെ ഫസ്റ്റ് ഓണർ ആണ്. ഒരു സെക്കൻഡ് ഓണർ വണ്ടി ഒന്നുമില്ല. ഒറ്റൊരു സെക്കൻഡ് ഓണർ വണ്ടിയില്ല. ഈ നിരന്ന് കിടക്കുന്ന ബാക്കിയെല്ലാം സെക്കൻഡ്. 11 വണ്ടി ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. ക്വാളിറ്റി ആണ്, ഗ്യാരണ്ടി ആണ് അല്ലേ? ഗ്യാരണ്ടി ആണ്. ഇനിയിപ്പോ നമ്മൾ ചെക്കിംഗ് വാറണ്ടി മറ്റുള്ള ഗ്യാരണ്ടി ഏകദേശം 26 വരെ കമ്പനി കൊടുക്കുന്നുണ്ട്. വണ്ടികളുണ്ട്. ആദ്യം നമുക്ക് ചെറു കച്ചവടം തന്നെയാണ് ഉണ്ടായിരുന്നു അല്ലേ? ഫുള്ള് ചെറുവണ്ടികളും മറ്റുള്ളായിരുന്നു. ഇപ്പോൾ ഫുള്ള് പ്രീമിയം ആയി. ഇനി ഇതിലും പ്രീമിയം ആയിട്ട് സൂപ്പർ ബൈക്കുകളൊക്കെ വരട്ടെ. അതുകൊണ്ടാണ് 4 ലക്ഷമൊക്കെ ഫിനാൻസ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് അല്ലേ? 4 ലക്ഷം വരെ ഫിനാൻസ് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് വരാം. ഫിനാൻസിനെ പറ്റിയുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞുതരാം. ജാവ നമ്മൾ പ്രൈസ് പറഞ്ഞില്ല. 2022 മോഡൽ വണ്ടി 2022 മോഡൽ 5000 കിലോമീറ്റർ ഓടിയ വണ്ടി 125 എക്സ്ട്രാ ഫിറ്റിംഗ് ഒരുപാട് ഉണ്ട് ടൈം. അതൊക്കെ നമ്മൾ തരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു ബുള്ളറ്റ് സോൾഡ് ആയി 2020 ആണെങ്കിൽ അത് വരണ്ട. 22 മോഡൽ നെക്സ്റ്റ് വരുന്നത് 180 എത്ര മോഡൽ? 2022 18,000 കിലോമീറ്റർ ക്ലാസിക് ന്യൂ മോഡൽ ക്ലാസിക്. അതുപോലെ തന്നെ മെറ്റിയോർ. ഓക്കെ, 22 മോഡൽ. ഓക്കെ, മെറ്റിയോർ ഒന്നുകൂടി കംഫർട്ട് ആട്ടോ. യാത്ര ചെയ്യാൻ ഒന്നുകൂടി കംഫർട്ട് ഉള്ള വണ്ടിയാണ്. വൈബ്രേഷൻ കാര്യങ്ങളൊന്നും ഉണ്ട്. അതെ, നമുക്ക് എത്ര ചോദിക്കുന്നത്? ഇത് 185. അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റിയ സ്റ്റാൻഡേർഡ് ഇതൊന്നും അല്ലല്ലോ ഉള്ളത്. വേറെ ഇല്ലേ സ്റ്റാൻഡേർഡ് എത്ര ചോദിക്കുന്നത്? നമുക്ക് 2020 മോഡൽ വണ്ടിയാണ്. ഓക്കെ, വണ്ടി 24,000 കിലോമീറ്റർ ഓടിയില്ല. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്. ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് വെച്ചാൽ 120 ചോദിക്കുന്നത്. കസ്റ്റമർക്ക് ഒന്നും കൂടി എത്ര കുറക്കാം? ഓക്കെ, വാ നമുക്ക് ഉള്ളിലേക്ക് പോയേക്കാം. ഉള്ളിൽ പോവാണെങ്കിൽ ഉള്ളിലേക്ക് ഇങ്ങോട്ട് ബ്രോ വാ. എവിടെ സ്ഥലങ്ങള്? വീഡിയോ ആണല്ലോ നമ്മളെ. വാ ഒന്ന് പരിചയപ്പെടാം ചേച്ചി. സ്ഥലം എവിടെ കറക്റ്റ്? +2 ഫുൾ എ പ്ലസ്. എന്താ എന്റെ വീഡിയോയിൽ എന്തായാലും കാണിക്കണം. അതായത് നിങ്ങളെ പേരൊന്ന് ജസ്റ്റ് പറഞ്ഞു പരിചയപ്പെടുത്തി കൊടുക്കാം. നമുക്ക് വീഡിയോയിൽ എന്തായാലും ഇങ്ങനെ അതായത് ഈ +2 പാസ്സാകാന്നൊക്കെ പറഞ്ഞാൽ പാസ്സാകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഇടയിൽ +2 A+ കിട്ടിയ ഒരാളാണ് നമ്മുടെ മുന്നിലുള്ള. അത് പെട്ടെന്ന് നമ്മളെ വീഡിയോ കാണുന്ന ഒരാൾ എന്നുള്ളതിൽ അവിടെ നിന്ന് ഇങ്ങനെ കൈ പൊക്കിയപ്പോൾ ഞാൻ വിളിച്ച് വീഡിയോൻ്റെ മുന്നിലേക്ക് കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ പേര് എന്ന് പറയും? ഓജസ്. ഇവിടെ തന്നെയാണ് നാട്? നമ്മുടെ ഷോറൂമിൻ്റെ അടുത്ത് തന്നെയാണ്. ഇത് വീടിൻ്റെ മേലാണ്. എന്തായാലും നിങ്ങളെ പരിചയപ്പെടുത്തണം. ഈ +2 ഫുൾ A+ എടുക്കാൻ കുറച്ച് ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മളൊക്കെ +2 പാസ്സാവാന്നുള്ള റിസ്ക് എടുത്ത് നമുക്കറിയാം അതിന് ബുദ്ധിമുട്ട്. അപ്പോൾ ഏതായിരുന്നു വിഷയം? കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, റിസ്ക് ആണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കൊരു കൺഗ്രാറ്റ്സ് ആക്കിയിട്ട്. കാരണം എന്താ വെച്ചാൽ ഈ +2 പാസ്സാണല്ല, +2 A+ കിട്ടുകയാണ് ഫുള്ള് അല്ലേ? എല്ലാത്തിലും എല്ലാ വിഷയത്തിലും A+. അടിപൊളി, പൊളിച്ച്. നിങ്ങൾ നമ്മളെ വീഡിയോ കാണലുണ്ടല്ലേ? അത് മതി. ഓക്കെ, താങ്ക് യു. കാണാം നമുക്ക് കേട്ടോ. നമ്മളെ പ്രേക്ഷകരെല്ലാവരും നിങ്ങൾക്ക് എന്തായാലും അതിനനുസരിച്ചുള്ളൊരു സപ്പോർട്ട് ഉണ്ടാവും. അത് ജസ്റ്റ് വീഡിയോയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. എന്തായാലും കാണിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു ബ്രോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വണ്ടികൾ നമുക്ക് ഉള്ളിലുള്ള വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഡൊമിനാർ, ഇന്റർസെപ്റ്റർ അല്ല GT ഇന്റർസെപ്റ്ററും GT ഉണ്ട് അല്ലേ? രണ്ടുണ്ട്. എല്ലാ രീതിയിലുള്ള വണ്ടികളുണ്ട് നമുക്ക്. അതുപോലെ തന്നെ RS, V4, V3 എന്നുള്ള അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. ഇനി എല്ലാ വണ്ടികളും നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. GT തുടങ്ങാം. ഓക്കെ, ഇന്റർസെപ്റ്റർ തുടങ്ങാം. 2021 മോഡൽ. 2000 ഞാൻ ചാവി ഉണ്ടോ കേട്ടോ? എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ? ഞാൻ ടയർ നോക്കി പറയാം എത്ര കിലോമീറ്റർ ഓടി. 2021 മോഡലാ. 21 മോഡലാണെങ്കിൽ പലരും ചിലപ്പോൾ വണ്ടി എടുക്കും, ചിലപ്പോൾ ഓടാതിരിക്കുന്നൊക്കെ ഉണ്ടാവും. എൻ്റെ ഒരു മൈൻഡിൽ ഇത് കമ്പനി ടയറാണോ? കമ്പനി ടയർ ആണെന്നുണ്ടെങ്കിൽ ഒരു 3500 കിലോമീറ്റർ 700 കിലോമീറ്റർ വണ്ടി ഓടിക്കും. വെറും 700 കിലോമീറ്റർ. ഞാനെന്താ ഒരു 21 മോഡലല്ലേ, കുറച്ചെങ്കിലും ഓടിക്കോട്ടെ. അത്ര ഓടിയില്ല.
വെറും 700 കിലോമീറ്റർ. വെറും 700 കിലോമീറ്റർ ഓടിയ വണ്ടി. അപ്പൊ എങ്ങനെ ഇത് പ്രവാസി എടുത്താണോ? അത് എങ്ങനെയാണത് വണ്ടി ഇങ്ങനെ ഓടാതെ കിട്ടുന്നത്? അതോ ഫിനാൻസിൽ നിന്ന് പിടിക്കുന്നതാണോ? അല്ല, ഇത് ശരിക്കും ഷോറൂമിന്റെ ഓണറിന്റെ വണ്ടിയാണ്. വരുവാൻ്റെ വണ്ടിയാണ്. യൂസ് ചെയ്തിട്ടില്ല വണ്ടി അത്ര ഓടിയില്ല. വെറും അപ്പൊ ഈ സർവീസ് കാര്യങ്ങളൊക്കെ വണ്ടികളുണ്ട്, അപ്പൊ ഇത് അങ്ങനെ യൂസ് ചെയ്യില്ല. അങ്ങനെ ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഇന്റർസെപ്റ്റർ വെറും 700 കിലോമീറ്റർ ഇന്റർസെപ്റ്റർ നമുക്ക് കിട്ടാൻ പോണത് എത്ര രൂപയ്ക്കാണ്? നമ്മളിത് 2,25,000 കൊടുക്കും. 2,700,000 അല്ല കേട്ടോ, സോറി, 800 എടുക്കുമ്പോ എത്ര ഓടിയില്ല. അല്ല, വണ്ടി എടുക്കുമ്പോ 700 കിലോമീറ്റർ ഓടി. ശരിയാ, എടുക്കുമ്പോ 700, ഇപ്പൊ 800 സംതിങ്. അപ്പൊ നിങ്ങളെ കുറച്ചുകൂടി ഓടിയിട്ടോ വീട്ടിലേക്ക് എടുത്തിട്ട്. ഓക്കെ. അതായത് മൂപ്പര് 2 വർഷത്തിന് മേലെ ഉപയോഗിച്ചിട്ട് ആകെ 700 നിങ്ങളാകെ ഒരു മാസത്തിന്റെ ഇടയിൽ നിങ്ങൾ 150 കിലോമീറ്റർ ഓടി, നിങ്ങളാ കൂടുതൽ ഓടി അല്ലേ? ഓക്കെ. ഈ ഇന്റർസെപ്റ്റർ നമുക്ക് ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞോ? 3,25,000. നമുക്ക് ഫ്രഷിന് ശരിക്കും എത്ര വരുന്നത്? 15 റേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കളറിന് ഡിമാൻഡാണ്. അപ്പൊ ഈ കളർ നോക്കി നടക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, ഇന്റർസെപ്റ്റർ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നേരെ വിളിച്ചോളി. വെറും 700 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഹാൻഡ് വണ്ടി ഇന്റർസെപ്റ്റർ, അത് പൊളിക്കും. ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ്? ഫിനാൻസ് ഇതിന് ഏകദേശം ഒരു 2,60,000 ചെയ്യാം. അതായത് 1 ലക്ഷം അലവല് 2,60,000 വരെ ഫൈനാൻസ് നമ്മൾ ഇട്ടുതരും. ബാക്കി നമുക്ക്. ഓ ഓക്കെ. അതുപോലെ തന്നെ വീണ്ടും ഒരു ഇന്റർസെപ്റ്റർ വരുന്നുണ്ട്, 22 മോഡൽ. അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ ഇടയിൽ വീഡിയോ തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്തെന്ന് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഈ വണ്ടി. ഓ ഇല്ല, ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇത് എക്സോസ്റ്റ് മാറാത്തതാണ്. സ്റ്റാർട്ട് ചെയ്തത് ഇതാണ് അല്ലേ? സോറി, ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇത് നോർമൽ കണ്ടീഷനുള്ള വണ്ടിയാണ്. ട്വിൻ സിലിണ്ടർ വരുന്ന ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ചു പോകുമ്പോൾ അത് വേറൊരു ഫീലാണ് അല്ലേ? വണ്ടി ഇങ്ങനെ മൂവ് ആണതും, അത് ഒരു പവർ, അത് വേറെ ലെവൽ തന്നെയാണ്. നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് 3,40,000. 3,40,000 ചോദിക്കുന്നത്. അതിൽ നെഗോഷിയേഷൻ ഉണ്ടാവേ? നെഗോഷിയേഷൻ ഉണ്ടാവും. നമ്മളിത് ഇങ്ങനെ വലിയ റേറ്റുള്ള പറയണോ ആദ്യം? നമുക്ക് അവിടുന്ന് കൊടുക്കണോ? എനിക്കിങ്ങനെ പേടിയാ. കാരണം എന്താ വെച്ചാൽ 3 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ സംഗതി വണ്ടിക്ക് വില ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇതിന് ഈ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ നോർമൽ വണ്ടിനെ പോലെ കാണുന്നത് ഇന്റർസെപ്റ്റർ GT എന്നൊക്കെ പറഞ്ഞാല് സൂപ്പർ ബൈക്ക് പോലെ തന്നെയാണ്. അത്യാവശ്യം നല്ല വില. സൂപ്പർ ബൈക്ക് തന്നെയാണ് അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന GT, ഈ പറഞ്ഞ 2020 മോഡൽ. ഓ കടുവ. നീ പറഞ്ഞ ഇതിന്റെ കമ്പനി എക്സോസ്റ്റ് ഉണ്ട് വിത്ത് റെഡ് റൂസ്റ്റർ നിങ്ങൾക്ക് കസ്റ്റമർക്ക് തരും. അതായത് കമ്പനി തരും, സ്റ്റോക്കും തരും. അല്ല സോറി, സ്റ്റോക്ക് കണ്ടീഷനുള്ളതും തരും, പിന്നെ റെഡ് റൂസ്റ്ററും തരും. 22,000 റെഡ് റൂസ്റ്റർ അടക്കം നിങ്ങൾക്ക് തരും. സ്റ്റോക്ക് കണ്ടീഷനിൽ തരും. അപ്പൊ അങ്ങനെയാണ് റേറ്റ് വരുന്നത്. ആ 22,000 റേറ്റ് നിങ്ങൾ കൂട്ടില്ലല്ലോ? ഇല്ല. എന്നാ ഓക്കെ. എത്ര റേറ്റ് വരുന്നത്? 2,95,000 GT ആണ് കേട്ടോ. 2,95,000 ഫിനാൻസ് ആണെങ്കിൽ നമ്പറില്ലേ ഒരു 50 അടിച്ച GT 50,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ GT നമുക്ക് ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇന്റർസെപ്റ്റർ ആണ്. പുതിയ മോഡൽ 2023 മോഡൽ. 2023 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? ഇത് പറഞ്ഞോ 3,500 കിലോമീറ്റർ ഓടി. 3000 അതെ. അതിലെ എന്നാലും അത്ര ഓടിയില്ലല്ലോ മറ്റേ വണ്ടി. അതാ ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, 3,500 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് എത്രയാണ് ചോദിക്കുന്നത്? ഇതിന് 3,55,000. 3,55,000. ഓൺ റോഡ് എത്ര വരുന്നുണ്ട് ഇപ്പോൾ? 4,15. 2023. അത് നെഗോഷിയേഷൻ റേറ്റ് ആണ്, നോക്കണ്ട, നമുക്ക് കുറച്ച് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഞാൻ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഇതിന്റെ ഇടയിൽ കൂടെ നടക്കാൻ തന്നെ സ്പേസ് ഇല്ല സത്യം പറഞ്ഞാൽ. ഓക്കെ. അതുപോലെ തന്നെ ഡൊമിനാർ ഒരു പച്ച കിളിക്കുഞ്ഞ് സാധനം ഉണ്ട് ഇവിടെ. എത്രയാണ് നമുക്ക് ചോദിക്കുന്നത്? കിളിക്കുഞ്ഞൊക്കെ വിട്ടുപോയി നമ്മുടെ മനസ്സിൽ നിന്ന്. കുറെ കാലമായിട്ട് പറഞ്ഞതാ. അതായത് ഇത്ര കാലമായി കിളിക്കുഞ്ഞും കൊണ്ട് നടക്കുന്നത് നമ്മുടെ വീഡിയോയിൽ. കുറച്ച് കാലമായിട്ടില്ല. ഇത് ഒരു ഡോക്ടർ യൂസ് വണ്ടിയാണ്. ഓക്കെ, ഡോക്ടർ യൂസർ ആണോ? ഓക്കെ, ഇവിടെ സ്റ്റിക്കർ ഉണ്ട്, ഡോക്ടർ യൂസർ. സാധാരണ കാറുകളിലാണ്, ട്രോളാൻ വേണ്ടി പറഞ്ഞില്ല. ഇത് സാധാരണ നമ്മൾ ഡോക്ടർ യൂസർ നമ്മൾ കാറിലാണ് കാണാറ്, പക്ഷെ ബൈക്കിലും ഡോക്ടർ ഉണ്ട്. നമുക്ക് ഈ ഒരു ഡൊമിനാർ ആണെങ്കിൽ എത്ര? 1,85,000. ടൂറിംഗ് കിറ്റ് വരുന്നുണ്ട്. ടൂറിംഗ് കിറ്റ് അല്ലേ? ഓക്കെ. UG ഷോക്ക് കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. 21 ലാസ്റ്റ് മോഡൽ. ഓക്കെ. നമുക്ക് ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ എത്ര കിട്ടും? ഫൈനാൻസ് ആണെങ്കിൽ ഡോമിനാറിന് എത്ര 10-35 രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാം. ഓക്കെ. നമ്മൾ ഈ അപ്പ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ സൗണ്ട് അല്ലെങ്കിൽ ലാംഗ്വേജ് എവിടുന്നാ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമ്മൾ അതെ. അതായത് നമ്മളിപ്പോ ലൊക്കേഷൻ നിൽക്കുന്നത് കണ്ണൂരാണ്. കണ്ണൂർ സ്റ്റാർ യൂസ്ഡ് ബൈക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാതെ നിൽക്കുന്നില്ല. അരമണിക്കൂർ ഓട്ടണ്ടേ? അതെ, ഞാൻ ഇവിടെ വന്നപ്പോൾ മലപ്പുറത്തുള്ള കസ്റ്റമർ അവിടെ ഉള്ളത്.
അതായത് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വണ്ടി അങ്ങ് വരുന്നുണ്ടോ? മലപ്പുറം കസ്റ്റമർ കാസർഗോഡ് വരുന്നുണ്ട്. എവിടുന്നൊക്കെ നമ്മളെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഇവിടുന്നൊക്കെ വന്നിട്ടുണ്ട്. മലപ്പുറം, കാസർഗോഡ്, തിരുവനന്തപുരം, തിരുവനന്തപുരം, കോഴിക്കോട് ഇവിടുന്നൊക്കെ കസ്റ്റമർ നമ്മളെ വീഡിയോ കണ്ടിട്ട് കോഴിക്കോട് ഭാഗത്താണ് പോകുന്നത്. കൂടുതൽ കോഴിക്കോട് ഭാഗത്തു നിന്നാണ് വന്നത് അല്ലേ? കണ്ണൂർ ജില്ലയിൽ എല്ലാവരും പോകുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ നമുക്ക് എല്ലായിടത്തും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ഞാൻ റീച്ച് ആയി അല്ലേ? നമ്മളെ വീഡിയോ ഇവലെ ഇൻസ്റ്റാഗ്രാമിനെ കത്തി 100K. അതായത് വെറും 2000 സംതിങ് എത്ര ഫോളോസ് ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് വരുന്നത്? 2000 സംതിങ് ഫോളോസ് ഉള്ളായിരുന്നു അവർക്ക്. 1,00,000 മേലെ കയറി. ഇപ്പൊ 1,00,000 കുറച്ച് താഴ്ന്ന് നമുക്ക് റെഡിയാക്കാം. അത് റെഡിയാക്കാം. ഞങ്ങളൊരു മെഗാ ഒരു ഗിവ് കൂടി വരുന്നുണ്ട്. നമ്മളെ ഇടക്കിടക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മതി. സ്പൾബർന്ന് ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ചെക്ക് ചെയ്തോളി. എന്തായാലും നിങ്ങൾക്ക് അതിലുള്ള ബെനിഫിറ്റ് ഉള്ള സംഗതികൾ അതിൽ കാണാൻ കഴിയും. പിന്നെ അതേപോലെ സ്റ്റാർ യൂസർ വയ്ക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചാൽ കാണാൻ കഴിയും, സംഗതികൾ വരും. പിന്നെ കളക്ഷനുകൾ കാര്യങ്ങളൊക്കെ അപ്ഡേഷനുകൾ കറക്റ്റ് ടൈമിൽ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഡൊമിനാർ ആണെങ്കിൽ എത്ര ചോദിക്കുന്നത്? മോഡൽ 250 എത്ര ചോദിക്കുന്നത്? 15,000 കിലോമീറ്റർ ഓടിയിട്ട് ഇതിന് 1.52 അങ്ങനെ 1.52 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കാം, സെറ്റ് ആകാം. ഓക്കെ, അതുപോലെ നമുക്ക് ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ 10-20 ഉറുപ്പിക ഉണ്ടെങ്കിൽ ഇറക്കി കൂടെ? ഒരു 30 ലെവലുണ്ട് ഇറക്കാം. അതുപോലെ തന്നെ V4 2022 മോഡൽ 2022 മോഡലാണ്. 2023 മോഡൽ എത്ര ചോദിക്കുന്നത്? 1.75 അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഡൊമിനാറിന് 2-3 കളക്ഷൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് ഡൊമിനാർ ഇങ്ങനെ പറഞ്ഞു പോകാം. കാരണം എന്താ വെച്ചാൽ ഇനി ഒരുപാട് കളക്ഷൻ നമ്മൾ ബാക്കിൽ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഡൊമിനാറുകളൊക്കെ 1.60, 1.65, 1.35 2 400 ഒരു 250. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ തുടങ്ങണോ? V3 തുടങ്ങണോ? V3 2021 മോഡലുണ്ട്. എത്ര ചോദിക്കുന്നത്? 2020 മോഡൽ 1.40. നെക്സ്റ്റ് വരുന്നത് 1.43. എന്ത് കുറക്ക് റേറ്റ് കുറക്ക്? ആദ്യം പറഞ്ഞിട്ടില്ലേ? ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 2021 മോഡൽ 1.50. ഓക്കെ, അതുപോലെ തന്നെ 2020 മോഡൽ 12,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചു 1.45. കുറച്ച് അടുത്തേക്ക് തന്നെ പിടിച്ചോട്ടോ വേണമെങ്കിൽ ഇത് പറയുന്ന നേരത്ത് ഈ വണ്ടി ഒന്ന് കണ്ടു. വണ്ടി ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഈ 45 റേഞ്ച് 2020 മോഡൽ. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ എന്താ ഇത്? ഈ സൈഡിൽ ഡാഡ്, ഈ സൈഡിൽ മോം. അതായത് ഫാദറിനെയും മദറിനെയും ഓർമ്മിപ്പിക്കുന്ന V3 അത്യാവശ്യം പവറുള്ള കാര്യങ്ങൾ വണ്ടിയല്ലേ. സംഗതി മൈലേജ് ഉണ്ടെങ്കിലും V3 കാരണം നല്ല കത്തിച്ച് പോണ ടീമാണ്. അപ്പോൾ ഒരു ഓർമ്മക്ക് വേണ്ടി ഓനെ ഒരു പേടിക്ക് വേണ്ടി ചിലപ്പം കയറ്റി വെച്ചതായിരിക്കും. ഡാഡ് ആൻഡ് മദറിന് അവിടെ 2 സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ചിങ്ങനെ സ്പീഡ് പോകുമ്പം എനിക്ക് വീട്ടിൽ ആളുണ്ട് എന്നുള്ളൊരു ഓർമ്മ വരാൻ വേണ്ടിയിട്ട് ചിലപ്പം ഓൻ തന്നെ എഴുതി വെച്ചായിരിക്കും ഒക്കെ. ഓക്കെ, അതുപോലെ തന്നെ നല്ല അടിപൊളി വണ്ടിയാണ്. പിന്നെ അത്യാവശ്യം നല്ല കെയർ ചെയ്ത് യൂസ് ചെയ്ത ആളായിരിക്കും മിക്കവാറും. അങ്ങനെയൊക്കെ സ്റ്റിക്കർ കെട്ടിച്ച് പോകുള്ളൂ. എത്ര നമുക്ക് ചോദിച്ചിരുന്നത്? ഇത് 45. 1.45 ആണോ? ഇത് 2023 വണ്ടി ആനിവേഴ്സറി എഡിഷൻ. സാധാരണ ഈ ബാക്കിൽ ഈ സാധനം പെട്ടെന്ന് പൊട്ടി പോകുന്ന അതിന് എക്സ്ട്രാ ഒരു ഗാർഡ് എന്തെങ്കിലും വെച്ചിട്ടുണ്ട് അടിപൊളിയാക്കിയിട്ട്. എത്ര നമുക്ക് ചോദിക്കുന്നത്? ഇത് 1.75 ചോദിക്കുന്നത്. 2023 V4 ആനിവേഴ്സറി എഡിഷൻ. ഓക്കെ, കുറഞ്ഞ റയർ പീസ് ആയാലും ഇറങ്ങിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരാണോ ഈ ഒരു പ്രശ്നം? ഇത് ഈ പൊട്ടുന്നൊരു പ്രശ്നം ആണ് സാധാരണ ഉണ്ടാവാറ് അവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഗാർഡ് കസ്റ്റമർ കണ്ടറിന് വെച്ചത്. ഇത് മാറ്റി തരും കേട്ടോ. ഇത് എത്ര ചോദിക്കുന്നത് നമ്മൾ V4? ഇതിന് 1.60. 1.60. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് RC 1.85 ആണ്. ഓക്കെ, 2020. അതുപോലെ തന്നെ 1.95. എത്ര CC വരുന്നതൊക്കെ? ഇത് 200 CC ആണ്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ഇതൊരു പുതിയ മോഡൽ RC അല്ലേ? പക്ഷേ ഇത് ഓടിയിട്ട് പറഞ്ഞാൽ 5000 കിലോമീറ്ററിന് താഴെ ഓടിൻ്റെ ഉള്ളു. എന്തായാലും 400 കിലോമീറ്റർ. ഈ ഇവിടുന്ന് അതൊക്കെ 400 കിലോമീറ്റർ ഓടി വണ്ടി. അത് കണ്ടു നോക്കി, പുതിയ വണ്ടി. പക്ഷെ എനിക്ക് പഴയ RC ആണ് ഇഷ്ടം. എന്തായാലും ഇത് സംഗതി ഇരിക്കാനും കംഫർട്ടൊക്കെ കാര്യങ്ങളൊക്കെ സംഗതി സെറ്റ് ആക്കാനും. പക്ഷെ കാണാൻ ഫ്രണ്ടിലെ ഫേസ് ഉണ്ടല്ലോ, അത് എനിക്ക് പഴയ മോഡൽ. എത്ര നമുക്ക് ഇത് ചോദിക്കുന്നത് ഈ ഒരു വണ്ടി? എത്ര കുറക്ക്? 80,000 കുറക്കാന്ന് പറഞ്ഞാൽ എത്ര? പുതിയതിനേക്കാൾ 80,000 കുറക്കാണോ? അതോ പുതിയതിന് 80,000 കുറച്ചിട്ട് കൊടുക്കാം. പുതിയതിന് എത്ര വരുന്നത്? 260. നമ്മളെത്ര ചോദിക്കുന്നത്? 80,000 കുറച്ച് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ കേട്ടിട്ട് അന്തം വിടാണ്. നമ്മൾ റേറ്റ് കേട്ടിട്ടുണ്ടോ? ഇവിടെ കസ്റ്റമർ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കാം അല്ലേ? ഓക്കെ, ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വണ്ടികളെ ഇനി ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വണ്ടികളാണ്. മിക്സ്ഡ് ഒക്കെ ആണോ അല്ലേ? മിക്സ്ഡ് ആക്കി വെച്ചേക്കണം നമുക്ക്. അങ്ങനെ ആ സൈഡിലൊക്കെ നമുക്ക് എന്നാലേ ഇവിടെ ഈ സൈഡിൽ കൂടി കുറച്ച് വണ്ടികളുണ്ട്. ഇതും കൂടി കഴിഞ്ഞിട്ടാണ് അവിടെ പോകാം. ഓക്കെ, നമുക്ക് ഈ ഒരു RC ആണെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കുന്നത്? 2021 മോഡൽ. ഓക്കെ, 270 റേറ്റ് വരും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 125. 125. അതെ, ഞാൻ ഈ 125 കാത്തിക്കണം. കാരണം എന്താ വെച്ചാൽ
ഇത് പല ആളുകളും ഇപ്പൊ ഈ 200ഉം 400ഉം ഒക്കെ മൈലേജും ഉണ്ട്, മൈലേജ് കുറവാണ്. അതെ 200ഉം 390 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ഈ 125, അതായത് മൈലേജ് ഉണ്ടാവുന്ന കാണുമ്പോൾ അതേ ലുക്ക് ഉണ്ടാവും. 45 മൈലേജ് 45 മേലെ കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, എന്നാൽ കാണും അത് ആ സെറ്റപ്പിൽ കൊണ്ടു നടക്കും ചെയ്യും. നെക്സ്റ്റ് വരുന്നത് ഇത് പറഞ്ഞ 2020 മോഡൽ. ഓക്കെ, ഫ്രണ്ടിലെ വീലൊക്കെ ഒരു വ്യത്യസ്തമായ ബ്ലൂ കളർ അടിച്ചിട്ടുണ്ട്, ബാക്കിൽ ബ്ലാക്ക് ആണ്, ഒരു വെറൈറ്റി ആണ്. അത് എത്രത്തോളം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയില്ല, സംഗതി ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെയാണ് വണ്ടിയിലത്. അപ്പൊ നിലവിൽ എത്രയാണ് ചോദിക്കുന്നത് നമ്മള്? ഇതിന് നമുക്ക് ഒന്ന് ആക്റ്റീവായി കൈയൊക്കെ ഒന്ന് ഇതിമൊന്ന് എടുത്ത് ഓക്കെ ഒന്ന് പവർ ആക്കിയാ 1.78 അങ്ങനെ വരും. 1.78 മോഡൽ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇത് 2020 മോഡൽ 16,000 കിലോമീറ്റർ. 1.85. ഓക്കെ, അതുപോലെ തന്നെ ഇത് 1.80 മോഡൽ. 1.80 മോഡൽ. ഇതും കൂടി കളിച്ചാലോ? ഇത് 3 വണ്ടിയില്ല ഇനിയുണ്ടല്ലോ, ഇത് തീരുന്നില്ലല്ലോ. ഇത് 2021 മോഡൽ. 2021 മോഡൽ. ഫസ്റ്റ് ഓണർ ഇപ്പൊ പറഞ്ഞല്ലോ. ഫസ്റ്റ് 392 സെക്കൻഡ് ഓണറാണ്. ഓക്കെ ഓക്കെ, ബാക്കിയുള്ള ഫസ്റ്റ് ഓണറാണ്. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ മറന്നതോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് കേസ് ആണെങ്കിലും അല്ല ഫിനാൻസിന്റെ കേസ് ആണെങ്കിലും ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. സഹൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫ് ഉണ്ടാവും. എല്ലാവരും നിങ്ങൾ അറ്റൻഡ് ചെയ്യും. ഏത് മാക്സിമം നമ്മൾ രാവിലെ ഓഫീസ് ടൈമിൽ വിളിക്കാൻ ശ്രമിക്കുക. ഏതായാലും നമുക്ക് ഈ RS റയർ പീസാണ്, പൊതുവെ ഷോപ്പുകളിൽ കാണാത്തതാണ്. നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ് RS ആട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ്. എത്ര ചോദിക്കുന്നത് RSന്? ഇൻഡിക്കേറ്റർ ഉള്ള ഒരു മിറർ അതും തരാം. സ്റ്റോക്കും തരാട്ടോ. ഡബിൾ ആയി. ടയർ പുതിയ മാറ്റിയിട്ടുണ്ട്. ഇനി പഴയ ടയർ കൊടുക്കുമോ? ഓക്കെ, നമുക്ക് എത്ര ചോദിക്കുന്നത്? 1,48,000 1,48,000. കസ്റ്റമർക്ക് ആദ്യം പറഞ്ഞ പോലെ എന്തായാലും അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ടേബിൾ ടു ടേബിൾ നിങ്ങൾ വന്ന് ഇരുന്നോളേ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. നമുക്ക് ഡെലിവറി കാര്യങ്ങൾ സൗകര്യങ്ങൾ സെറ്റ് ആക്കി കൊടുക്കും. നമുക്ക് കേരളത്തിൽ തന്നെ പല മുക്കും മൂലയിൽ നിന്നും നമ്മൾ ഈ പല രീതിയിലുള്ള വണ്ടികളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കും അല്ലെ? അതിനുള്ള സൗകര്യം. അതെ, തിരുവനന്തപുരത്തേക്കാണെങ്കിലും കാസർഗോഡ് ആണെങ്കിലും നമ്മൾ പല രീതിയിലുള്ള വണ്ടികൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഡെലിവറി സൗകര്യം വേർത്ത് അവൈലബിൾ ആണ്. അതിന് പ്രത്യേക ഹൈലൈറ്റും കൂടി ഉണ്ട്. അതെ, ഫീസ് കാര്യങ്ങളൊന്നും ചാർജ് ആക്കാതെ ഫ്രീ ആയിട്ട് നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചു തരും. ഓക്കെ, അതുപോലെ തന്നെ V4 22 മോഡൽ വെറും 7,000 കിലോമീറ്റർ. 22 മോഡൽ 8,000 കിലോമീറ്റർ. സോറി, റെഡ് കളർ M എഡിഷൻ ആണ്. അല്ല, അടിപൊളി വണ്ടിയാണ്. അതുപോലെ ഒരു M എഡിഷൻ വേറെ ഉണ്ട്. എത്ര രൂപ ചെയ്യും? M എഡിഷൻ 2021 മോഡൽ. ഇതോ? ഇത് 2022 മോഡൽ. എത്ര രണ്ടിനും എത്ര റേറ്റ് വരുന്നത്? ഇതിന് 1,75,000. 1.65. വണ്ടി നല്ല ക്വാളിറ്റി തന്നെയാണ്. ഒരു കുറവും കുറ്റമായ്മ പറയാനുണ്ടാവില്ല. നിങ്ങൾ വന്ന് ചെക്ക് ചെയ്യാം. നേരിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് വണ്ടിയിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഡ്യൂക്കിന്റെ 250, അതുപോലെ തന്നെ 200, അങ്ങനെ പല രീതിയിലുള്ള വണ്ടികളുണ്ട്. 2018 കാണുന്നുണ്ടോ? 2018 മോഡലാണ്. ഓക്കെ, 2018 മോഡൽ. 1.46 നമ്മൾ ലാസ്റ്റ് ആക്കി കൊടുക്കും. 2018 മോഡൽ 1.46 ലാസ്റ്റ് ആക്കി കൊടുക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ 19 മോഡൽ ഡ്യൂക്ക് 200 BS4 എഡിഷൻ. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മളൊരു 1.53 കൊടുക്കാം. 1.50 ടയർ ഇപ്പൊ പുതിയ ഇട്ട്. ഇത് നേക്കില്ലേ? സ്പൾബറിന്റെ പ്രേക്ഷകർക്ക് നേക്കില്ലേ? ലാസ്റ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ 2020. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്നത് 2021 മോഡല് ഡ്യൂക്ക് 200 BS6 മോഡല്. ഇതിന് ലാസ്റ്റ് 1.60 വരും. ഓക്കെ, ഫിനാൻസ് ആണെങ്കിൽ 25 അടച്ചാൽ മതി അല്ലേ? ഈ ഇതിന്റെ ഒന്നെങ്കിൽ ഇങ്ങോട്ട് പോര്, അല്ലെങ്കിൽ ആയിക്കോളൂ. ഇവിടെ നിന്ന് ഇതിൽ കൊടുക്കും. ഓക്കെ, അത് ഈ ബാക്ക് കയറണം ഇങ്ങോട്ട് പോര്. ഓക്കെ, വണ്ടി കാണിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ട് അതിന്റെ ഉള്ളിൽ, ഷോറൂമിന്റെ ഉള്ളിൽ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 2021 വണ്ടിയാണ്. 1.50 ചോദിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് റെഡ് ആൻഡ് ബ്ലാക്ക്. ഇത് 2021 മോഡൽ. ഓക്കെ, 22 മോഡലാണ്. റെഡ് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാ കളറും ഉണ്ട്. എങ്ങനെ? 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമ്മളെ ഡൊമിനാർ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്നത് പച്ച കിളിക്കുഞ്ഞ്. നെക്സ്റ്റ് വരുന്നത് പച്ചച്ചാട്ടി എന്ന് പറയാം നമുക്ക് അല്ലേ? അതല്ലേ നമ്മൾ കിളിക്കുഞ്ഞ് മാറ്റി പിടിച്ചാൽ 22 മോഡൽ. 23 മോഡൽ. എത്ര ചോദിക്കുന്നത്? 2,000 കിലോമീറ്റർ ഓടിയിട്ടു. ഓക്കെ, ചോദിക്കുന്നത് 2.15 കൊടുക്കാം. 2.15 കൊടുക്കാം. അവിടെ ഒരു 3-4 ഡ്യൂക്ക് ഉണ്ടല്ലോ, 2-3 ഡ്യൂക്ക്. 200 രണ്ട് 250 200 ഉണ്ട്. ഫസ്റ്റത്തെ ഈ പച്ച കളർ അത് 2020 BS6 200. ഓക്കെ, അതിന്റെ പുറത്തുള്ള ബ്ലൂ കളർ അത് 1.55 കൊടുക്കട്ടോ. ഫസ്റ്റത്തെ 1.85. നെക്സ്റ്റ് വരുന്നത് ബ്ലൂ കളർ സെൻട്രലിൽ 2019 ABS. എത്ര ചോദിക്കുന്നത്? 1.68. നെക്സ്റ്റ് വരുന്നത് ഒരു സെയിലായി പോയി. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റാർ ബൈക്കിന്റെ ബാഡ്ജ് കാര്യങ്ങളൊക്കെ. ഒരു MT ഇവിടെ കിടക്കുന്നുണ്ട്. 2020 മോഡൽ. എത്ര ചോദിക്കുന്നത്? 14,000
കിലോമീറ്റർ വണ്ടി ഓടിക്കും. 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്, സിംഗിൾ സെക്കൻഡ് നമ്മുടെ പേരിലേക്ക് മാറ്റം കൊടുത്തിട്ട്. ചില കസ്റ്റമർ അങ്ങനെ ഉണ്ടാവും, പേരിന്ന് മാറാതെ ഒരിക്കലും വണ്ടി നമ്മുടെ പേരിലേക്ക് എന്റെ പേരിലേക്ക് മാറ്റം കൊടുത്തിട്ട് സെക്കൻഡ് ഓണർഷിപ്പ്. അപ്പൊ എത്രയായി? ഇപ്പൊ ഫസ്റ്റ് ഓണറാണ്, സെക്കൻഡ് ഓണർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നമുക്ക് സെക്കൻഡ് ഓണർ ആയിട്ട് കിട്ടും. എത്ര രൂപക്ക് തരാം? അത് 1,46. 1,46. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു ഡ്യൂക്ക് അവിടെ ഉള്ളിലുണ്ട്. 125 ഡ്യൂക്ക് 1,35. 2021 മോഡൽ. അങ്ങനെ കളക്ഷൻ ആയിട്ട് ഇനിയും ഉണ്ട് കാണിക്കാൻ. നമുക്ക് ഈ ഒരു വണ്ടിയാണ് എത്ര ചോദിക്കുന്നത്? ഡ്യൂക്ക് 390 2022 മോഡൽ. 390 ഡ്യൂക്ക്. ഈ വണ്ടിക്കാണോ അപ്പൊ മഞ്ചേരിന്ന് ടീം? ഞാൻ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് മഞ്ചേരിന്ന് ടീം കസ്റ്റമർ വന്ന് നോക്കുന്നുണ്ട്. ഈ വണ്ടി കൊണ്ടുപോകും കൊത്തോ എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അവർ ഏകദേശം ഇങ്ങനെ ഒരു ഡീലാക്കിയിട്ടാണ് ഇവിടുന്ന് പോയത്. 6,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഒരു 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, ഏകദേശം ഡീലാക്കിയിട്ട് അവിടുന്ന് ബസ് കയറി പോയത്. വീട്ടിലും കൂടി ചോദിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് തന്നെ വരാമെന്ന് പറഞ്ഞ് പോയതാണ്. എന്താണ് അവസ്ഥ നമുക്ക് നോക്കാം. എന്തായാലും ഡ്യൂക്ക് 390 2022 മോഡല്, 22 മോഡല്, 6,000 കിലോമീറ്റർ, 3 ലാഖ് ആണ് ആസ്കിങ് ചെയ്തത്. 3 ലാഖ് ആസ്കിങ് ചെയ്യുന്നത്. നമുക്ക് പ്രശ്നം ഏകദേശം എത്ര വരുന്നുണ്ട്? 4,15 റേറ്റ്. 4,15. അതെ, ഈ സാധനം ഇറങ്ങുന്നില്ല. അതെ, മറ്റൊരു ഡിസൈൻ മാറ്റം വന്നിട്ടാ മറ്റേ വണ്ടി കിട്ടാ. ഇതെല്ലാം 6,000 കിലോമീറ്റർ ഓടിക്കും. വെറും 6,000 കിലോമീറ്റർ ക്ലെയിം ഉണ്ട്. അതായത് ഈ ഹെഡ്ലൈറ്റ് മീറ്റർ മാറിയിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ ഞങ്ങൾക്ക് വണ്ടി എടുക്കാൻ വേണ്ടി ഞാൻ കാണിച്ചു തരാം. നോർമൽ ആക്സിഡന്റ് ആണ്. പിന്നെ ഒരു കാര്യം കൂടി, നമുക്ക് നമുക്ക് ഈ ഷോറൂമിൽ തന്നെ വണ്ടികൾ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വൃത്തിയോടെ എല്ലാ ഭാഗത്തു നിന്നുള്ള വിഷ്വലുകൾ കറച്ച് കാണിച്ചു തരാൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിഷ്വലുകൾ ഏതെങ്കിലും മിസ്സായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ സഹലിൻ്റെ നമ്പർ അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ നമ്പറുകളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് കാണുന്നുണ്ടെങ്കിൽ ഓരോ വണ്ടിൻ്റെയും 360 എല്ലാ ഭാഗത്തു നിന്നുള്ള ഫോട്ടോ സഹിതം ഇവർ നിങ്ങൾക്ക് വിട്ടു തരും കേട്ടോ. നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ സഹിതമാണെങ്കിൽ ഇവർ ഇട്ട് തന്നോളൂ കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് MT വരുന്നുണ്ട്. അടിപൊളി വണ്ടി. ഓക്കെ, എത്ര ചോദിക്കുന്നത്? 22,000 കിലോമീറ്റർ ഓടിക്കും. 1,50 നമുക്ക് കൊടുക്കാം അല്ലേ? 2022 വണ്ടി. ഇടയ്ക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് വണ്ടി. MT മൈലേജും ഉണ്ട്, പവറുണ്ട്. 55 മൈലേജ് അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ വേർഷൻ 2 വെറൈറ്റി, ഒരു വെറൈറ്റി കളർ അല്ലേ? മിക്സ് കളറാ. അതെ, ഒരു തിളക്കം കുറച്ച് കൂടുതലായിരുന്നു. ഇതിപ്പോ ഇവിടെ എടുത്തിറങ്ങാൻ തുടങ്ങിയതാണ്. FZ-ലും ഉണ്ട്, അതേപോലെ MT-ലും ഉണ്ട്. അതെ, ഒരു വെറൈറ്റി ഒരു കളറാണ്. നമുക്ക് എങ്ങനെയാണ് ചോദിക്കുന്നത്? 22 മോഡൽ USD 4 വരുന്നതാണ്. ഓക്കെ, USD 4 വരുന്നതാണ്. വേർഷൻ 2 മോഡൽ. വേർഷൻ 2 1,70,000 കൊടുക്കാം. 1,70,000. വരി നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 2 ലക്ഷം. 20 250 2 ലാഖാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ 2022 1,28 എക്സ്പൾസ് കുറച്ച് പൊടി പിടിച്ചോ ഇതിൻ്റെ ഉള്ളിൽ എന്നിട്ട് എക്സ്പൾസ് ഒക്കെ എടുത്ത് ഒന്ന് ഓടിക്കിട്ട് ഇടക്കങ്ങള്. ഓക്കെ, ഇതെന്താണോ ബാക്കിലുള്ള വണ്ടികൾ പോലും കുറച്ച് അവഗണിക്കണ്ടോ എന്നൊരു സംശയം. കാരണം പോലെ ഫുള്ള് ബാക്കിലുള്ള വണ്ടികളൊക്കെ പൊടിയാണ്. മുന്നുള്ള വണ്ടികളൊക്കെ നല്ല നീറ്റാക്കി ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. കുറെ കസ്റ്റമർ കൂടെ വന്നിട്ടുണ്ട്. നമ്മളെ കഥ കേട്ടിട്ട് ചിരിക്കുന്നുണ്ട്. 2017 മോഡൽ. ഓക്കെ, തേർഡ് ഓണർഷിപ്പ് വണ്ടി. വണ്ടി പക്ക ക്ലീൻ വണ്ടിയാണ്. ഓക്കെ, 48,000 കിലോമീറ്റർ. ബോഡി ക്ലീൻ വണ്ടിയാണ്. ബോഡി നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. ഓക്കെ, നമുക്ക് എത്രയാണ് ചോദിക്കുന്നത്? 1,35,000 ചോദിക്കുന്നത്. ഓക്കെ, ഏകദേശം ഒരു കസ്റ്റമർ നോക്കി നടക്കും വിചാരിക്കുന്നുണ്ട്. ഈ KL 7 ആണ് ഇപ്പോൾ ഈ വണ്ടി. ഇത് KL 9 ആണ്. അങ്ങനെ പല ജില്ലകളിൽ നിന്നുള്ള വണ്ടികളും നമ്മൾ ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ. KL 11 ഇതാ അവിടെ. അതുപോലെ തന്നെ നമ്മളെ മലപ്പുറത്തുള്ള വണ്ടികളാണെങ്കിലും കോഴിക്കോടുള്ള വണ്ടികളാണെങ്കിലും കാസർഗോഡുള്ള വണ്ടികളാണെങ്കിലും എല്ലാ ജില്ലകളിൽ നിന്നും നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, തിരുവനന്തപുരം ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ KL 9 KTM ആണെങ്കിൽ എത്ര? 1,38 200cc അല്ലേ? സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ MT വരുന്നുണ്ട്. ഗീവ്വേന്റെ കാര്യം നമ്മൾ പറയാണ്ട്. ഗീവ്വേന്റെ കാര്യം നമ്മൾ പറയാണ്ട്. അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാനുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്യാൻ എന്തായാലും. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോളി. നമ്മുടെ സ്റ്റാർ ബൈക്ക് ആണെങ്കിലും നമ്മുടെ സ്പൾബർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വെച്ചോളി. നമുക്ക് ഒരുപാട് ഗീവ്വേകൾ ഇതുപോലെ വരാനുണ്ട്. എന്തായാലും നമുക്ക് ഫോളോ ചെയ്താൽ ഒരു ഉപകാരമുള്ള സംഗതി തന്നെ ആയിരിക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് 2021 മോഡൽ. ഓക്കെ, 1,48. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് 200cc ഡ്യൂക്ക് 2010 മോഡൽ ABS വരുന്ന വേർഷൻ സെക്കൻഡ് ഓണർ. എത്ര വയ്ക്കുന്നത്? ഇതിന് നമുക്ക് 1,50 കൊടുക്കാം. 1,50. ഒരു അപ്പാച്ചി കൂടി അവിടെ വരുന്നുണ്ട്. 1,15 ചോദിക്കുന്നത്. നെഗോഷിയേഷൻ ചെയ്യാം. 1,15 ചോദിക്കുന്നത്. ഓക്കെ, 2022 സംഗതി ആകെ തീർന്നിക്കണ്. ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും നല്ല ചൂടാണ്, നല്ല വിയർപ്പാണ്. തീരുമാനമായിരിക്കുന്നത്. കസ്റ്റമർ മുന്നിലുണ്ട്. നമുക്ക് ഇനി പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. വാ, വണ്ടികളുടെ ലോകം. നമ്മളിങ്ങനെ ക്യാമറ ഇങ്ങനെ ബാക്ക് പോകുമ്പോൾ എന്താണ് അതിൻ്റെ ഉള്ള ചില്ലിനും കൂടിൽ എന്താണുള്ളത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. കാരണം അത്രയും വണ്ടികളാണ് നിരന്ന് നിൽക്കുകയാണ്. നമ്മുടെ ലൊക്കേഷൻ ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ സാലേ, നമ്മുടെ ലൊക്കേഷൻ ഈ റോഡ് എങ്ങോട്ടാണ് പോണത്? നേരെ തലശ്ശേരി സ്പ്ലെൻഡർ പോകണുണ്ടോ? ഉണ്ടോ?
ഇവിടുത്തെ നേരെ തലശ്ശേരി അര കിലോമീറ്റർ അല്ല അരമണിക്കൂർ ഓട്ടോ. അരമണിക്കൂറാണ്ട്. തലശ്ശേരി. അങ്ങോട്ടാണെങ്കിലോ? അങ്ങോട്ടാണെങ്കിൽ മട്ടന്നൂർ. നമ്മൾ എയർപോർട്ട് ഏത് ഭാഗത്താണ് വരുന്നത്? എയർപോർട്ട് അങ്ങോട്ടേക്ക്. എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ഇറങ്ങിയിട്ട് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് വണ്ടി എടുത്ത് ഏകദേശം 6 കിലോമീറ്റർ അല്ലേ? എയർപോർട്ടിൽ നിന്ന് നമുക്ക് വണ്ടി എടുത്തിട്ട് അങ്ങനെ പോലെ ആണെങ്കിൽ സൗദിയിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ദുബായിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരുപാട് വണ്ടികൾ ഇനി ചെറു വണ്ടികൾ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർ ബൈക്ക് തന്നെ വേറൊരു ഷോപ്പ് ഉണ്ട് കുറച്ച് മുന്നിൽ. അവർ വെച്ചാൽ ഷോപ്പ് ഉണ്ട്. വായനശാലയാണ് ഇത്, തൊട്ടപ്പുറത്ത് അടുത്ത സ്റ്റോപ്പ്. അപ്പൊ അവിടെ പോയാൽ നിങ്ങൾക്ക് ചെറുവണ്ടികൾ NS ആണെങ്കിലും മറ്റുള്ള വണ്ടികളുണ്ട്. എന്താ NS ഒന്നും ഇവിടെ കൊടുക്കാത്ത നിങ്ങള്? അല്ല അങ്ങനെ അവിടെ വെറുതെ കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും ഒരുപാട് ആളുകൾ നമ്മൾ അറിയുന്ന ആളുകളൊക്കെ റോഡ് സൈഡിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഞാനൊരു ഇന്റർസെപ്റ്റർ GT കൊണ്ട് പുറത്ത് ഇറക്കിയാലോ മോനെ? വാ യെസ്. അപ്പൊ നമുക്ക് പൊളിക്കല്ലേ? പൊളിക്കലെന്ന് ഇതിന് നമ്മൾ എത്ര ചോദിച്ചിനെ? 2,95,000 വിത്ത് റെഡ് റോസർ എക്സോസ്റ്റ്. വിത്ത് റെഡ് റോസർ എക്സോസ്റ്റ് അല്ലേ? സ്റ്റോക്ക് സാധനം ഉണ്ടാവും. വിത്ത് ഡെലിവറി ഓൾ ഇന്ത്യ വേണമെങ്കിൽ ഡെലിവറി ചെയ്യോ? എവിടേക്കൊക്കെ ഡെലിവറി ചെയ്യും? ഓൾ കേരള ഡെലിവറി ചെയ്യാം അല്ലേ? ഓക്കെ. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് നിർത്താം. നമുക്ക് ഡോക്യുമെന്റ് ഒന്നുകൂടി പറഞ്ഞോളൂ. എന്തെല്ലാം ഡോക്യുമെന്റ് ആണ് നമുക്ക് ഫിനാൻസ് ഇടുമ്പോൾ വേണ്ടത്? ഫിനാൻസ് 2 ചെക്ക്, പിന്നെ നികുതി ഷീറ്റ് ആരെ പേരിലാണ് അവർ ആധാർ കാർഡ്, പിന്നെ നികുതി ഷീറ്റിന്റെ ഒരു ഫോട്ടോ, പാസ്ബുക്കിന്റെ ഒരു ഫോട്ടോ മതി. അത്ര മതി. ഇപ്പൊ ഈ GT ആണെങ്കിൽ നമുക്ക് എത്ര ഇറക്കി കൊണ്ടോ? GT നമുക്കൊരു 50 അടിച്ചുകൊണ്ടോ നമുക്ക് ഇറക്കി കൊണ്ടോ അല്ലേ? ഓക്കെ. അപ്പൊ നേരെ ബസ്സൊക്കെ കൂടെ അങ്ങനെ പോകുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും. തൊട്ടപ്പുറത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് നേരെ നിങ്ങൾക്ക് വണ്ടി ഇറങ്ങിയിട്ട് വണ്ടി എടുത്തിട്ട് പോവാണെന്നുണ്ടെങ്കിൽ എൻക്വയറി നടത്തിക്കോളി. നേരെ പോലെ കോൺടാക്ട് ചെയ്തോളി. നമ്മളെ ഗീവ് അവേ എന്ന് പറഞ്ഞാൽ ഒരു ഫോണ് അല്ലെങ്കിൽ ഒരു പറയണോ? ഡോമിനാർ ആണോ? ഉറപ്പായോ? അല്ല നമുക്ക് ഡോമിനാർ പറയാം. കസ്റ്റമർ തീരുമാനിച്ചോട്ടെ. കമന്റ് വരട്ടെ. അതായത് ഡോമിനാർ വേണോ അല്ലെങ്കിൽ ഒരു ഫോൺ വേണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി വേണോ? ഡോമിനാർ ആണ് നമ്മൾ ഏകദേശം പ്ലാൻ ഉള്ളത്. നിങ്ങളെ തീരുമാനം മാറ്റണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മാറ്റും. നമ്മളെ കസ്റ്റമർ പറയുന്ന പോലെ എന്തായാലും നമ്മളൊരു അടിപൊളി ഒരു ഗീവ് കൂടി നമ്മൾ വരുന്നുണ്ട് ഈ ഷോപ്പിൽ. ഇതിന് മുന്നേ ഒരു സ്പ്ലെൻഡർ ഗീവ് വെച്ച് ഞങ്ങൾക്ക് അറിയാൻ മതി. ആ സ്പ്ലെൻഡർ നല്ല അടിപൊളിയാക്കി കത്തിയിട്ടുണ്ട്. ഏകദേശം 1 lakh ഫോളോവേഴ്സ് വലുക്ക് ആയിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ ആ തന്ന സപ്പോർട്ട് അതേപോലെ തന്നെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി തരാൻ പോവാണ്. അപ്പോൾ പവർ ആക്കിയോളി. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തോളി. നമ്മളെ ഗീവ് വേക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്നോളി. നല്ല അടിപൊളി ഗീവ് വേ എന്തായാലും ഉടനെ വരും. സ്റ്റാൻഡ് ഓക്കെ. അപ്പോൾ നിങ്ങൾ കാത്തിരുന്നോളി. നമ്മളെ ഗീവ് വേക്ക് വേണ്ടിയിട്ട് ഏത് വണ്ടി ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യണമെങ്കിൽ ഗസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോണാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഓക്കെ ബൈ. നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇവരുടെ Instagram ID നമ്മളെ Instagram ID ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളി. അപ്പോൾ ഓക്കെ ബൈ. ഞാൻ അതൊന്ന് ഉള്ളു കയറ്റിയേക്കട്ടെ. ഓ സെറ്റ്. സംഭവം ഒരു വെറൈറ്റി സംഗതി കൂടി ഉണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ വരും, എല്ലാവരും വരും. സംഭവം നിങ്ങളെ കൂടി ഉൾപ്പെടുത്തായിരിച്ചിട്ടാ, വേറെ ഒന്നുമില്ല. അവിടെ വരും, ജസ്റ്റ് വരി. ഒന്നും ഇട്ടായിട്ടല്ല. ഇപ്പോൾ ഒന്ന് മൊത്തത്തിലൊന്ന് ജസ്റ്റ് വൈഡാക്കി കാണിച്ചു കൊടുത്താൽ ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇനി 1x ആക്കിക്കാം. ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കണല്ലോ. ഞങ്ങളിതിൽ സർപ്രൈസ് ആയിട്ട് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. അല്ലേ? അതായത് നമ്മളിത് വീഡിയോൻ്റെ ഇടയിൽ ഒരാൾ ഇവിടെ വന്നിന്. അതായത് +2 ഫുൾ A+ കിട്ടിയെന്ന് പറഞ്ഞിട്ട് സഹലിനോട് പറഞ്ഞു. ആ പുള്ളിക്കാരനെ വെറും പുള്ളിക്കാരനല്ല, അവൻ +2. ഇങ്ങോട്ട് വരി. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രെയിമിൽ വെക്കാം. വരി. അതായത് ഓൻ്റെ മുന്നിൽ കൂടെ അങ്ങനെ പോയി. ഫോട്ടോ ഒക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. പിന്നെ എന്നോട് അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒരു കാര്യം കൂടി അവൻ ചോദിച്ചിട്ടുണ്ട്. പറ ഫോട്ടോ എടുക്കാം. അപ്പോൾ ഫോട്ടോ അല്ല, ഞാൻ അവനോട് പറഞ്ഞു എനിക്കൊരു വീഡിയോ തന്നെ എടുക്കാം. അപ്പോൾ ഓന് മനസ്സിലായില്ല സംഗതി എന്താണെന്നുള്ളത്. എന്തായാലും ഞങ്ങളൊരു ഗിഫ്റ്റ് ഓന് വേണ്ടിയിട്ട് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതായത് +2 ഫുൾ A+ കിട്ടിയല്ലേ. നമ്മുടെ മുന്നിലൂടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയതാണ് ഇവന്. പേരൊന്നുകൂടി പറയാം, ഓജസ്. അപ്പോൾ ഓജസിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഗിഫ്റ്റ്, അതായത് +2 ഫുൾ A+ കിട്ടിയത് സന്തോഷത്തിൽ നമ്മളെ സന്തോഷമായിട്ട് നമ്മളൊരു ഗിഫ്റ്റ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും കൈമാറാം. ഹാപ്പിയാണോ? ഈ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. ഇവ ഇന്നത് സെൽഫി എടുക്കണം എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ സെൽഫി അല്ല, ഒരു നല്ലൊരു അടിപൊളി വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി ഒരു സെൽഫി എടുക്കാൻ ഫോണോടെ കയ്യിലുണ്ടോ?
ഓനൊരു ഫോൺ ഒരു സെൽഫിയും കൂടി കണ്ട് എടുത്തിട്ട് സെറ്റാക്കി കൊടുക്കാം. വാ ഓനൊരു സെൽഫി കൂടി ഉണ്ടായിക്കണ്ട. ഇത് പൊന്തിച്ചു പിടിച്ചോണെങ്കിൽ ഹാപ്പി അല്ലേ? ഈ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ഒരു സംഗതി? ഇല്ല. ഇവനിവിടെ എങ്ങനെ നിൽക്കായിരുന്നു? ഇവന് സാധാരണ ഇവിടെ ഷോറൂമിന്റെ ബാക്ക് ഭാഗത്താണ് അവന്റെ വീട്. ഈ ഭാവിയിൽ പഠിച്ച് ഉയരത്തിലെത്തട്ടെ. ഇനി എന്താണ് ഭാവി ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? എൻ്റെ ഒരു മനസ്സിൽ എന്താണ് പ്ലാൻ? എഞ്ചിനീയർ നല്ലൊരു അടിപൊളി എഞ്ചിനീയർ തന്നെ ആട്ടെ. സൈലേ, എനിക്ക് എന്താ പറയാനുള്ളത്? നമുക്കൊന്നും പഠിച്ചിട്ട് എവിടെ എത്താൻ കഴിഞ്ഞില്ല, പക്ഷെ പഠിച്ച് എത്തുന്നവരെത്തട്ടെ. എത്തുന്നവർക്കുള്ള പ്രോത്സാഹനം. കുറച്ച് തലയും കുറച്ച് കോൺഫിഡൻസും ആ ഒരു ധൈര്യവും വേണം. അല്ലാതെ നമുക്ക് +2 കുറെ ആൾക്കാർക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയ എല്ലാവർക്കും അതുപോലെ തന്നെ +2 ജയിച്ച എല്ലാവർക്കും നമ്മളൊരു അഭിനന്ദനം ഇതിൻ്റെ കൂടെ തന്നെ നൽകുകയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ഒരു +2 കഴിഞ്ഞാൽ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഇവനെ അഭിനന്ദിക്കണമെങ്കിലും അനുമോദിക്കണമെങ്കിലും താഴെ കമൻ്റായിട്ട് നിങ്ങളൊന്ന് രേഖപ്പെടുത്തി. അപ്പോൾ താങ്ക് യു. ഓക്കെ, ഹാപ്പി അല്ലേ? അപ്പോൾ നമ്മളിവിടെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മളൊരു ഡെലിവറി കൂടി ഒന്നുണ്ട്. അപ്പോൾ ഡെലിവറിക്ക് വേണ്ടി വന്ന ആളെ പേരെന്താ? സനീദ്. വണ്ടി ഏതാണ് ഇപ്പൊ എടുക്കാൻ പോകുന്നത്? ഹിമാലയ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ നമ്മൾ വീഡിയോയിൽ കണ്ടൊരു ഹിമാലയ ഇതിന്റെ ഉള്ളിലുണ്ട്. ഏതാണ് വണ്ടി നമ്മൾ കാണിച്ചു തരാം. ഹാപ്പി ആണോ? അതായത് ഇപ്പോ എന്തെല്ലാം ഓഫർ കൊടുത്ത് കിട്ടിയിട്ട് റേറ്റ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആണോ? എങ്ങനെയാണ്? സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്ക് എന്തോ ഓഫർ തന്നിട്ടുണ്ടല്ലോ? എന്താണ് ഓഫർ? ഫുള്ളാക്കി തന്നിട്ടുണ്ട്. ടാങ്ക് ഫുള്ളായിട്ടുണ്ട്. ഫുള്ളായിട്ട് കൊടുക്കും. അപ്പൊ സഹല് പടല്ലേ, സഹല് ഒരു സാധനം വാങ്ങാൻ വേണ്ടിട്ട് പുറത്തേക്ക് പോയതാ. അപ്പൊ സലീക്ക് ഇവിടെ ഉണ്ട്. സലീക്കൊക്കെ ഈ ഷോറൂമിന്റെ നമ്മളെ എല്ലാവരും കൂടിയാണ് അത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഫാമിലിയാണ്. അതെ. അപ്പൊ നമ്മള് ചാവി ആദ്യം കൈമാറാം. ചാവി ഒന്ന് കൊടുത്തിട്ട് തോന്നുന്നുണ്ടല്ലോ ആദ്യം. ഓക്കെ, ചാവി കൊടുക്കാം. ഓക്കെ, ചാവി കൊടുത്തു. ഇനി ഇത് ഷെയ്ക്കാൻ തന്നു. അപ്പൊ എവിടെയാണ് സ്ഥലം പറഞ്ഞേ? ഉളിയിൽ പറഞ്ഞാലേ എവിടെയാണ് കറക്റ്റ്? 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണുള്ളത് അല്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്യാം. ഓക്കെ, നേരെ പോക്കി ഇവിടെ. യെസ്. അപ്പോൾ ഹിമാലയ. യെസ്. അപ്പോൾ നിങ്ങൾ ഈ വണ്ടി ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. KL 59Y3119. ഈ വണ്ടി നമ്പർ ഇപ്പോൾ പോയിട്ടുണ്ട്. പക്ഷേ ഹിമാലയ നിങ്ങൾ വിഷമിക്കേണ്ട, ഒരുപാട് ഹിമാലയ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഹാപ്പിയായി കൊണ്ട് നടക്കുക, നല്ല രീതിയിൽ പോട്ടെ, പൊളിച്ചെടുക്കുക. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടെ വീണ്ടും ഒരു വണ്ടി ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ. നിങ്ങളുടെ പേരെന്തേനി? പപ്പു. എവിടെ സ്ഥലം കറക്റ്റ്? പാലക്കാട്. യെസ്, പാലക്കാട് ജില്ലയിൽ നിന്നും നമ്മളിവിടെ ഈ വണ്ടി ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് സ്ഥലവാ പാലക്കാട് ജില്ലയിൽ നിന്നും ഇവിടെ ആളെത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി കസ്റ്റമറാണ്. കസ്റ്റമർ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഓക്കെ, നിങ്ങൾ ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണ്. കസ്റ്റമറോടാണ് ചോദിക്കേണ്ടത് കസ്റ്റമർ ഹാപ്പിയാണെന്ന്. നിങ്ങൾ വണ്ടി നമ്മൾ കൂടെ നിന്നിട്ട് തന്നെ വണ്ടി ചെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. വണ്ടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താലേ. നല്ല വരുമ്പോൾ തന്നെ നല്ല ഇതായിരുന്നു. ഒരു പ്രീമിയം തന്നെ നമ്മളെ കസ്റ്റമൈസ് ചെയ്യണത് തന്നെ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണത് തന്നെ. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ വണ്ടി നോക്കിയത്. പിന്നെ ഞാൻ ഇതിനെ പറ്റി ഡെലിവറി സ്പോട്ടിലാക്കി തന്നു, അത് വേറെ കാര്യം. നല്ല കസ്റ്റമർ സർവീസ് നല്ല പറയാനിരിക്കാൻ വയ്യ. പോലെ തന്നെ ഞാൻ മൂപ്പറിന്റെ വീഡിയോ മൊത്തം കാണുന്ന ആളുകളാണ്. ഗീവേ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ വന്നപ്പോൾ ഒരു എല്ലാ ഗീവയിലും പങ്കെടുക്കുന്നുണ്ട്. പോലെ തന്നെ ഇവിടെ ഒരു ഗീവേ അടുത്തായിട്ട് വരാനുണ്ട്. അപ്പൊ അതിന് നിങ്ങൾ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ അതൊരു സർപ്രൈസ് ആയിട്ട് ഇരുന്നോട്ടെ. ഇവര് മാത്രമേ പോയി കണ്ടിട്ടുള്ളൂ എന്താ സംഗതി എന്നുള്ളത്. എന്തായാലും ആ ഗീവ് അവേ ഉടനെ നമ്മൾ ഔട്ട് ചെയ്യുന്നതാണ്. എന്താണെന്നുള്ളത് നമ്മളെ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? എനിക്ക് ഇൻസ്റ്റാഗ്രാം സ്നിക്കി ക്ലോണച്ച് _H. ഓക്കെ, നിങ്ങളുടെ സുഹൃത്തുക്കളാരുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്ത് സ്റ്റോറി ഇടുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് ഒന്ന് മെസ്സേജ് ഒക്കെ ചെയ്തോളിട്ടോ. അവന് സന്തോഷമായിക്കോട്ടെ. പിന്നെ അപ്പോൾ സാലേ, അപ്പോൾ ഇവരെ വണ്ടി ഇപ്പോൾ ഡെലിവറി ആക്കണം. നിങ്ങളൊന്നാ വിഷ്വലിൽ കിട്ടിയിട്ട് ആയിക്കോട്ടെ, എന്തായാലും സെറ്റ് ആക്കണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ്. വണ്ടി വന്നിട്ട് ഇവരത് സർവീസിന് കൊണ്ടുപോയിട്ടതാണ്. ആ സർവീസ് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് പോളിഷ് ചെയ്തിട്ടാണ് ഇവിടുന്ന് എല്ലാ വണ്ടിയും ഡെലിവറി ചെയ്യല് അല്ലേ? നല്ല അടിപൊളി. ഇവരുടെ ഡെലിവറിന് ഒരു പ്രത്യേക ഷൈപ്പാണ്. അതായത് നല്ല ഫോഗ് വെച്ചിട്ടാ. ഇതിന് മുന്നേ ഡെലിവറി ചെയ്തതിൻ്റെ കുറച്ച് സംഗതികളൊക്കെ ഇവിടെ വീണെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും നല്ല അടിപൊളി ഗ്രാൻഡ് ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഹാപ്പി ആവാം, പാലക്കാട് പോയിട്ട് പൊളിക്കാം. അപ്പോൾ എന്തായാലും സെറ്റാണ്. അപ്പോൾ നിങ്ങൾ ഹാപ്പിയാണ്? ഞാൻ ഹാപ്പിയാണ് കാര്യമായിട്ട്. നമ്മൾ പിന്നെ ഓരോരുത്തരും നമുക്കിവിടെ ഇന്ന വണ്ടിയൊന്നുമില്ല. നമുക്ക് ഫസ്റ്റ് ഡീറ്റെയിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, അവരെല്ലാം കറക്റ്റായി എത്തിച്ചോളും. പോരാത്തതിന് ഏത് വണ്ടി വേണമെങ്കിലും ട്രസ്റ്റ് ഡ്രൈവിനെ കൊണ്ടുപോകുന്നതാണ്. ഞാൻ വന്ന സമയത്ത്
അവിടുന്ന് ഞാൻ ഉള്ളിൽ നിന്ന് ഇറങ്ങിയെന്ന് ഞാൻ തന്നെ പേടിച്ചു സത്യം പറഞ്ഞാൽ. സത്യമായിട്ട് ഞാൻ കാരണം നല്ലൊരു ഫാനും കൂടിയാണ്. അപ്പൊ ഞാൻ എല്ലാ വീഡിയോയും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ഷോക്കായി പോയി. അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്ന നിങ്ങൾ പ്രതീക്ഷയില്ല. പ്രതീക്ഷയില്ല, തീരെ പ്രതീക്ഷയില്ല. ഞങ്ങൾ നല്ല കമ്പനി ആയിരുന്നു പോലെ. പിന്നെ പെട്ടെന്ന് നിങ്ങളെയും കൂടെ കണ്ടപ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആയി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, പാലക്കാട് കറക്റ്റ് കറക്റ്റ് ചിറ്റൂര്. ഓക്കെ, അപ്പൊ പാലക്കാട് ചിറ്റൂർക്ക് ഇനിയിപ്പോ ഒരു